ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ാം ശ്ലോകത്തിൽ ബ്രഹ്മാത്മ ഐക്യം കൊണ്ട് മാത്രമേ മുക്തിയുള്ളൂ, അല്ലാതെ ഷഡ്ദർശനങ്ങളും പഠിച്ചത് കൊണ്ട് മുക്തി കിട്ടില്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാത്മ ഏകത്വബോധമാണ് മോക്ഷത്തിന്റെ കാരണം. ബ്രഹ്മം ആണ് ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാകുന്നു. ഇന്ന് ഞാൻ ആണെന്നല്ലേ നമ്മുടെ ഇന്നത്തെ വിചാരം. ആ ശരീരമാണ് ഞാൻ എന്നുള്ള വിചാരം വരുമ്പോഴാണ് ഞാൻ പരിമിതനാണ്, ഞാൻ ജനനമരണങ്ങളോടുകൂടിയവനാണ്, ഞാൻ സംസാരിയാണ് എന്നുള്ള ഈ വിചാരങ്ങളെല്ലാം ഉണ്ടാവുന്നത്. എന്നാൽ താൻ ഈ ശരീരത്തെ അറിയുന്ന അറിവാണ്, ആത്മാവാണ്, ബോധസ്വരൂപമാണെന്നും അത് സർവചരാചരങ്ങളുടെ ഉള്ളിലും ഏകമാണ് എന്നും അതിൻ്റെ ഏകത്വത്തെ, സർവാത്മഭാവത്തെ തിരിച്ചറിയലാണ് ബ്രഹ്മാത്മേകത്വബോധം. മറ്റ് ഗ്രന്ഥങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റ് ദർശനങ്ങളൊന്നും നീ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു തരുന്നില്ല. ഞാൻ പരിമിതനായ ജീവനാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മറ്റ് ദർശനങ്ങളെല്ലാം ഉപദേശിക്കുന്നത്. നേരെ മറിച്ചോ അദ്വൈത വേദാന്തം മാത്രമാണ് നീ ബ്രഹ്മമാകുന്നു, തത്വമസി, നീ അന്വേഷിക്കുന്ന അനന്തമായ അനന്തം നീ തന്നെയാകുന്നു, നിന്റെ ലക്ഷ്യം ബ്രഹ്മമാണ്, ആ ബ്രഹ്മസ്വരൂപമാണ് നീ എന്ന് സ്പഷ്ടവും വ്യക്തവും ആയി പറഞ്ഞു തരുന്നത്. അപ്പം നമ്മിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന നമ്മുടെ സത്തയായ ആ ആത്മാവ് തന്നെയാണ് സർവചരാചരങ്ങളിലെയും ആത്മാവ്. ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് അഭിന്നമാണ് എന്ന ബ്രഹ്മ ആത്മ ഏകത്വബോധമാണ് സാക്ഷാത്കരിക്കേണ്ടത്. അപ്പോൾ ഓരോ ആളുകളും അവനവൻ്റെ സ്വസ്വരൂപത്തെ, ശരീര മനോബുദ്ധ്യാദികളെ അതിവർത്തിച്ചു നിൽക്കുന്ന ആത്മവൈഭവത്തെ സ്വയം അനുഭൂതിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് മാത്രമേ ഇന്ന് വന്നു ചേർന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടുള്ളൂ എന്നാണ് 56 ശ്ലോകത്തിൽ പറഞ്ഞത്. നമുക്ക് 57 ശ്ലോകം നോക്കാം. ഉദാഹരണങ്ങളിലൂടെ ആചാര്യസ്വാമികൾ എങ്ങനെയാണ് ഇത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് തന്നെ നോക്കൂ. വീണായാരൂപസൗന്ദര്യം, വീണായാരൂപസൗന്ദര്യം തന്ത്രീവാദനസൗഷ്ഠവം, തന്ത്രീവാദനസൗഷ്ഠവം പ്രജാരഞ്ജനമാത്രം തത്, പ്രജാരഞ്ജനമാത്രം തത് ന സാമ്രാജ്യായ കൽപ്പതേ, ന സാമ്രാജ്യായ കൽപ്പതേ. വീണായാഹ, വീണയുടെ, വീണ കണ്ടിട്ടില്ലേ? നാരദ മഹർഷിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും വീണ. സരസ്വതി ദേവി എപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ടാവും വീണ. അപ്പൊ വീണായ രൂപസൗന്ദര്യം, വീണയെ അതിമനോഹരമായി നമുക്ക് അലങ്കരിക്കാം, അതിൻ്റെ സൗന്ദര്യം. അതുപോലെ തന്ത്രീവാദന സൗഷ്ഠവം, തന്ത്രി എന്ന് വെച്ചാൽ അതിലെ കമ്പികൾ, സ്ട്രിങ്സ്. വാദനം വെച്ചാലോ പ്ലേ ചെയ്യാം, അത് വായിക്കുക. സൗഷ്ഠവം, സൗഷ്ഠവം എന്ന് പറഞ്ഞാൽ അതിലുള്ള എക്സ്പെർട്ടീസ്, അതിലുള്ള പാഠവം, അതിലുള്ള സാമർഥ്യം. അപ്പോൾ വീണം മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്.
അതിനെ ഭംഗിയായിട്ട് രസകരമായിട്ട് വായിക്കാനുള്ള സാമർഥ്യവും നേടിയിട്ടുണ്ട് ഒരാൾ. പക്ഷെ അതുകൊണ്ട് എന്താ കിട്ടുക? പ്രജാരഞ്ജന മാത്രം തത്. അതുകൊണ്ടുള്ള പ്രയോജനം തൻ്റെ മുമ്പിലിരിക്കുന്ന കാണികളെ, ശ്രോതാക്കളെ, പ്രജകളെ രഞ്ജിപ്പിക്കാം, വിനോദിപ്പിക്കാം, സന്തോഷിപ്പിക്കാം, എൻ്റർടൈൻ ചെയ്യാം. അല്ലാതെ ന സാമ്രാജ്യായ കൽപ്പതേ, സാമ്രാജ്യം കിട്ടില്ല. മനോഹരമായി അലങ്കരിച്ചു വീണയെ, അത് മനോഹരമായി വായിച്ചു, അതുകൊണ്ട് ആൾക്കാരെ രസിപ്പിച്ച് ആൾക്കാരുടെ കയ്യടി കിട്ടാം. അതല്ലാതെ സാമ്രാജ്യം കിട്ടുമോ? ഇല്ല. ഇവിടെ സാമ്രാജ്യം എന്നുള്ളത് ബാഹ്യലോക സാമ്രാജ്യം അല്ല ഉദ്ദേശിക്കുന്നത്, ആത്മസാമ്രാജ്യത്തെ കുറിച്ച് പറയാം. സ്വരാജ്യം ഏവ സാമ്രാജ്യം. സ്വർഗാദിരാജ്യം സാമ്രാജ്യം മനുതേ നഹി പണ്ഡിത. പണ്ഡിതന്മാർ, അറിവുള്ളവര് സ്വർഗാധിപത്യം പോലും സാമ്രാജ്യം ആധിപത്യമായിട്ട് കണക്കാക്കില്ല. സ്വർഗം കിട്ടിയാൽ പോലും സാമ്രാജ്യമായിട്ട്, സ്വർഗരാജ്യവാസം പോലും സാമ്രാജ്യമായിട്ട് കണക്കാക്കുന്നില്ല. തദേവ തസ്യ സാമ്രാജ്യം യത്തു സ്വരാജ്യം ആത്മനി. ആദിശങ്കര ഭഗവത്പാദന്റെ ശിഷ്യനായ സുരേശ്വരാചാര്യസ്വാമികൾ പറയും, എന്താണ് യഥാർത്ഥ സാമ്രാജ്യം? ആത്മസാമ്രാജ്യം തന്നെ സാമ്രാജ്യം. സ്വരാജ്യം, സ്വന്തം ആത്മസാമ്രാജ്യം. അത് നേടാൻ ബാഹ്യമായിട്ടുള്ളതായ വീണയുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ആ വീണക്കമ്പി മനോഹരമായി അതിൽ പാട്ട് വായിക്കാനുള്ള പാഠവമോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആൾക്കാരെ രസിപ്പിക്കാം എന്നല്ലാതെ വൈദികന്, വീണ വായിക്കുന്നവന് സാമ്രാജ്യം നേടിക്കൊടുക്കുകയില്ല. അപ്പൊ രാജാവെന്നൊരാളെ എന്തുകൊണ്ട് പറഞ്ഞതാ? പ്രജകളെ രഞ്ജിപ്പിക്കുന്നത് കൊണ്ടാണ് രാജാവെന്ന് പറയുന്നത്. വീണ വായനക്കാരൻ നല്ല ഭംഗിയുള്ള വീണയിൽ മനോഹരമായിട്ട് പാട്ട് വായിച്ച ആളുകളെ ആനന്ദിപ്പിച്ചു എന്നതുകൊണ്ടുള്ള രാജാവാവില്ല. അതുപോലെ ആണ് ഈ വീണയിൽ മനോഹരമായി പാട്ട് വായിക്കുന്ന പോലെയാണ് എന്ത്? യോഗ, സാഖ്യ, വൈശേഷിക ആദി ശാസ്ത്രങ്ങൾ പഠിക്കണമെന്നർത്ഥം. അതൊന്നും മോക്ഷപ്രദങ്ങളല്ല. എത്ര തന്നെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടും കാര്യമില്ല. ആത്മബോധം, ആത്മസാക്ഷാത്കാരമില്ലാതെ മോക്ഷം ലഭ്യമല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ ഉറപ്പിച്ച് പറയുന്നത്.